നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നത്? ടീച്ചറെ ഞാൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്ലാസ് കണ്ടോ? റെക്കോർഡഡ് ക്ലാസ് കണ്ടോ? അത് കാണണം. അത് കാണാതെ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അത് മനസ്സിലാവാതെ ഇതൊന്നും മനസ്സിലാവില്ല. ഇത് കഴിഞ്ഞ കാണാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും പ്രതിബിംബം രൂപപ്പെടുന്നത്, ആ രൂപപ്പെട്ട പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിറർ ഇക്വേഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആൻഡ് മാഗ്നിഫിക്കേഷൻ, ദർപ്പണ സമവാക്യവും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയും ആവർത്തനവും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താ ഫിഗറിൽ കാണാൻ പറ്റുന്നത്? ഒരു മിറർ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ അതൊന്ന് എടുത്തിണ്ടായിരുന്നു വിക്ടേഴ്സില്. അതൊന്ന് വിക്ടേഴ്സിൽ എടുത്തിണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോളൂ, എന്താ അതിലുള്ളത്? മിറർ. പിന്നെ ഒരു ലൈന്, ആ ലൈനിന്റെ നേരെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഒബ്ജക്റ്റ്? മെഴുകുതിരിയാണ് നമ്മളെ ഒബ്ജക്റ്റ്. അതെവിടെ ഇരിക്കുന്നത്? അതിന്റെ പൊസിഷൻ എവിടെയാ? സീന്റെ ബാക്കിലായിട്ട്. സീന്റെ അപ്പുറത്തായിട്ടാണ് മെഴുകുതിരി ഇരിക്കുന്നത്. ഞാൻ അതിന്റെ ഇമേജ് എവിടെ കിട്ടി? അത് സ്ക്രീനാണത്. അതൊരു സ്ക്രീനാണ്. ആ സീന്റെയും എഫിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. ഓക്കെ, അതിന്റെ റേ ഡയഗ്രാം ആണ്, രേഖാചിത്രമാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഒബ്ജക്റ്റ് സിക്ക് ഇപ്പുറം വെച്ചപ്പോൾ അതിന്റെ ഇമേജ് പ്രതിബിംബം സീന്റെയും എഫിന്റെയും ഇടയിൽ കിട്ടി. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാ സവിശേഷതകള്? ചെറുതാണ്, ഇതിനേക്കാളും ചെറുതാണ്, ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. പിന്നെയോ തലകുത്തനെയാണ്. തലകുത്തി കീഴായിട്ടാണ്, ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇമേജ് കിട്ടിയത്. പിന്നെയോ യഥാർത്ഥമായ ഇമേജ് ആണ്, യഥാർത്ഥമായ പ്രതിബിംബമാണ്, റിയൽ ഇമേജ് ആണ്. അങ്ങനെ 3 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഒബ്ജക്റ്റ് സിക്ക് ഇപ്പുറം വെച്ചപ്പോൾ ഇമേജിന്റെ ഫീച്ചേഴ്സ് കിട്ടിയത്. ഓരോരുത്തരും ഓക്കെ. അപ്പൊ നിങ്ങളിതൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ടോ ഇന്നത്തെ ക്ലാസ്? എന്തായാലും അങ്ങനെ നമ്മള് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പറയാം യും വി ഒക്കെ എന്താ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല, ഇങ്ങോട്ട് പറഞ്ഞുതരാം. എന്താ യും വി ഒക്കെ? ഒരു മിറർ വെച്ചിട്ടുണ്ട്, നടുവിൽ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഒബ്ജക്റ്റ്. റൈറ്റ് സൈഡിലാണ്, വലത്ത് വശത്തിലുള്ളതാണ് മിറർ, ലെഫ്റ്റ് സൈഡിലുള്ളത് സ്ക്രീനാണ്. ഇനി ആ സ്ക്രീനിലാണ് നമ്മളെ മെഴുകുതിരിന്റെ ഇമേജ് നമ്മൾ കാണേണ്ടത്. എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എഫ്. പിന്നെ മിററിൽ നിന്ന്, ദർപ്പണത്തിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു എന്ന അക്ഷരം വെച്ചിട്ടാണ് മിററിൽ നിന്ന്, മിററിന്റെ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് യു എന്ന അക്ഷരം വെച്ചിട്ടാണ്. അതേപോലെ തന്നെ മിററിൽ നിന്ന് നമ്മൾ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെട്ട ആ പൊസിഷനിലേക്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് വി എന്ന അക്ഷരം വെച്ചിട്ടാണ്. പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് എഫ്. അതുപോലെ തന്നെ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് യു. മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് വി. നമ്മൾ നേരത്തെ കാണിച്ച ആ ഫിഗറിൽ
ആ ഫിഗർ വെച്ചിട്ട് വസ്തുവിന്റെ ദൂരം, അതായത് ഒബ്ജക്റ്റിന്റെ പൊസിഷന് നമ്മൾ മാറ്റി കൊടുക്കുക. നമ്മൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കറിയാം അതിന്റെ ഇമേജ് ഫോർമേഷൻ, ഇമേജിന്റെ പൊസിഷനും മാറും. അപ്പൊ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം നമ്മളൊരു ഫോക്കൽ ലെങ്ത് അറിയുന്ന ഒരു മിറർ ആണ് എടുത്തിട്ടുള്ളത്, ഒരു കോൺകേവ് മിറർ. 20 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്ത കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത്. നമുക്ക് അറിയുന്ന ഫോക്കൽ ലെങ്ത് അറിയുന്ന ഒരു കോൺകേവ് മിറർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, ക്യാൻഡിലും അതുപോലെ തന്നെ സ്ക്രീനും അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വസ്തുവിലേക്കുള്ള ദൂരം, അതായത് യു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമ്മൾ മാറ്റി കൊടുക്കണം. ഫസ്റ്റ് കേസിൽ യു 25 സെന്റിമീറ്റർ ആണ്. നമ്മൾ ഒബ്ജക്റ്റ് മെഴുകുതിരി 25 സെന്റിമീറ്റർ, പോളിൽ നിന്ന് 25 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം 100 സെന്റിമീറ്ററിലാണ് അതിന്റെ ഇമേജ് ഫോം ചെയ്തത്, പ്രതിബിംബം രൂപപ്പെട്ടത് 100 സെന്റിമീറ്ററിലാണ് വി. ഇനി അതേപോലെ നമ്മൾ ഓരോ കേസിലും എന്ത് മാറ്റുകയാണ്, നമ്മൾ ദൂരം മാറ്റുകയാണ്. വസ്തുവിലേക്കുള്ള ദൂരം മാറുമ്പോഴൊക്കെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വിയും മാറുന്നുണ്ട്. സെന്റിമീറ്ററിലാണ് ഇവയൊക്കെ മെഷർ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കണ്ട ശേഷം യുവും വിയും നമ്മൾ കണ്ട ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ലാസ്റ്റത്തെ കോളം നോക്കൂ, നമ്മൾ യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി ചെയ്ത് നോക്കുകയാണ്. 25 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 100. ഇങ്ങനെ 3 കേസിലും ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. 3 കേസിലും ഏകദേശം 20 തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് അറിയുന്ന ഒരു മിറർ, ഫോക്കൽ ലെങ്ത് അറിയുന്ന ഒരു മിറർ ആണ് നമ്മൾ എടുത്തത്. ആ ഫോക്കൽ ലെങ്ത് എത്ര നമ്മൾ പറഞ്ഞത്, 20 സെന്റിമീറ്റർ ആയിരുന്നു ഫോക്കൽ ലെങ്ത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി കിട്ടിയത് എത്രയാണ്, 20 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഫോക്കൽ ലെങ്ത് എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി. ഫോക്കൽ ലെങ്തിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, യുവും വിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കൽ ലെങ്തിനെ മെഷർ ചെയ്യാം, എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. ഈ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇതാണ് എന്ത് ഇക്വേഷൻ, 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇതെന്ത് ഇക്വേഷനാ, മിറർ ഇക്വേഷൻ, ദർപ്പണ സമവാക്യം. അപ്പൊ നമുക്ക് എങ്ങനെ ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, യുവും വിയും, യുവിന്റെ പൊസിഷനും അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതാണ് മിറർ ഇക്വേഷൻ, 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മറക്കരുത്. ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു, ഇൻ കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ് the position, size and nature of the image changes in accordance with the change in the position of the object. വസ്തുവിന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടു എന്താണ്, ഇമേജിന്റെ, പ്രതിബിംബത്തിന്റെ സ്ഥാനം, അതുപോലെ തന്നെ അതിന്റെ സൈസ്, അതിന്റെ നേച്ചറും അതിന്റെ സവിശേഷതകളും മാറും. അപ്പൊ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും, ഇമേജിന്റെ പൊസിഷനും സൈസും നേച്ചറും മാറും. അപ്പൊ യുവും വിയും തന്നു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ദൂരം നമുക്ക് കിട്ടും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ സൈസിനെയും നേച്ചറിനെയും മനസ്സിലാക്കുക, ഒരു ഇമേജിന്റെ സൈസിനെയും നേച്ചറിനെയും മനസ്സിലാക്കാൻ വേണ്ടി, അതിന്റെ സൈസ്, അതിന്റെ വലുപ്പം എങ്ങനെയാണോ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രതിബിംബത്തിന്റെ സൈസും നേച്ചറും ഒക്കെ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് നോക്കാം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. അപ്പൊ ഇത് എല്ലാ മിറേഴ്സിനും, എല്ലാ ദർപ്പണങ്ങൾക്കും, എല്ലാ ലെൻസിനും ബാധകമായിട്ടുള്ള ഒരു കൺവെൻഷനാണ്, ഒരു സൈൻ കൺവെൻഷനാണ്. ഇതിലെന്താ ചെയ്യുന്നത്, ഈ സൈൻ കൺവെൻഷനിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് ഇവർ മെഷർ ചെയ്യുന്നത്. ഒരു ഗ്രാഫിൽ മെഷർ ചെയ്യുന്നത് പോലെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ 3 റൂൾസ് ഉണ്ട്. അത് എന്താ നോക്കാം, എങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ എടുക്കുന്നത് എന്നതിന്റെ 3 റൂൾസ് ആണ്. അത് എന്താ നോക്കാം. ഒന്നാമത്തെ റൂള്, ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് കൺസിഡറിങ് ദ പോൾ ഓഫ് ദ മിറർ ആസ് ദ ഒറിജിൻ. നമ്മളൊരു ഗ്രാഫിൽ ഒറിജിനിൽ നിന്ന് തന്നെയാണ് തുടങ്ങാറുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും ഡിസ്റ്റൻസിനെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, മിററിന്റെ പോൾ ഒറിജിൻ ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ദർപ്പണത്തിന്റെ
പോള് മൂലബിന്ദുവായി കണക്കാക്കിയാണ് നമ്മൾ നീളം അളക്കുന്നത്. ഫിഗർ കാണിച്ചു. ഇതാണ് നമ്മളെ ഗ്രാഫ്, നമ്മളെ എക്സ് ആക്സിസും വൈ ആക്സിസും. അതിന്റെ ആ രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ നമ്മൾ ഒറിജിൻ. അവിടെ തന്നെയാണ് നമ്മൾ മിററിന്റെ പോളും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളെ കോൺകേവ് മിററിന്റെ പോളും നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ഗ്രാഫിന്റെ ഒറിജിനിലേക്കാണ്. ഓക്കെ, ഇനി എന്താ ഫസ്റ്റ് പറഞ്ഞ, ഡിസ്റ്റൻസ് ആർ മെഷേർഡ് കൺസിഡറിങ് ദ പോൾ ഓഫ് ദ മിറർ ആസ് ഒറിജിൻ. അപ്പൊ നമ്മൾ എങ്ങോട്ട് മെഷർ ചെയ്യുമ്പോഴും, നമ്മളിപ്പോ ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന്, ഈ വസ്തുവിൽ നിന്ന് ഈ പോളിലേക്കല്ല നമ്മൾ മെഷർ ചെയ്യുക, പോളിൽ നിന്ന് വസ്തുവിലേക്കാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. എപ്പോഴും പോളിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. അത് ഇമേജിലേക്കായാലും ഒബ്ജക്റ്റിലേക്കായാലും എപ്പോഴും പോളിൽ നിന്നാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് റൂള്. രണ്ടാമത്തെ റൂൾ എന്താണ്? Those measured to the right from O are positive and those in the opposite direction are negative. ഓയിൽ നിന്ന്, അതായത് ഒറിജിനിൽ നിന്ന് വലത്തോട്ട് അളക്കുന്ന പോസിറ്റീവും അതിന്റെ എതിർ ദിശയിലേക്ക് അളക്കുന്നത് നെഗറ്റീവും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്ന് ഈ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് അളക്കുന്നതെല്ലാം, ഈ ദൂരം അളക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ പോസിറ്റീവ് ആണ്. ഈ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇടത്തെ വശത്തേക്ക് അളക്കുന്ന ഡിസ്റ്റൻസുകളെല്ലാം, ദൂരങ്ങളെല്ലാം നെഗറ്റീവും ആയിരിക്കും. ദൂരം ഇടത്തേക്ക് നെഗറ്റീവ് ആണ്, ദൂരം വലത്തേക്ക് അളക്കുമ്പോൾ പോസിറ്റീവ് ആണ്. ഇതാണ് രണ്ടാമത്തെ റൂള്. ഈ മൂന്നാമത്തെ റൂള്, ഡിസ്റ്റൻസസ് മെഷേർഡ് അപ്വേർഡ് ഫ്രം എക്സ് ആക്സിസ് ആർ പോസിറ്റീവ് ആൻഡ് ദോസ് ഡൗൺവേർഡ്സ് ആർ നെഗറ്റീവ്. എക്സ് അക്ഷത്തിനു മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവുമായിരിക്കും. ദ ഇൻസിഡന്റ് റേ ഇസ് ടു ബി കൺസിഡർഡ് ആസ് ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മുകളിലേക്കുള്ളത്, ഉയരം മുകളിലേക്ക് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. താഴേക്കാണെങ്കിലോ, ഉയരം താഴേക്കാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? 3 ലോസ് പറഞ്ഞു. ഒന്ന്, ഒറിജിനിൽ നിന്നാണ് അല്ലെങ്കിൽ മിററിന്റെ പോളിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. എപ്പോഴും ഒരു ഒബ്ജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഇമേജിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ ദർപ്പണത്തിന്റെ പോളിൽ നിന്നാണ് നമ്മൾ അളക്കുക. പിന്നെ അതുപോലെ തന്നെ വേറെന്താ പറഞ്ഞത്? പോളിന്റെ ഇടതു വശത്തേക്കുള്ളതെല്ലാം, എല്ലാ ദൂരങ്ങളും നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ വലതുവശത്തേക്കുള്ള എല്ലാ ദൂരവും നമ്മൾ പോസിറ്റീവ് ആയിട്ടും എടുക്കും. പിന്നെയോ മുകളിലേക്കുള്ള, എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്കുള്ള ദൂരങ്ങളെയൊക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ടും താഴേക്കുള്ള ദൂരങ്ങളെയൊക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ടും എടുക്കും. ഈ 3 റൂൾസ് മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെറിയ ഒരു വീഡിയോ കാണിച്ചു തരാം, ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ മറ്റേ QR കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒരു കോൺകേവ് ദർപ്പണം മെഴുകുതിരി ജ്വാലയുടെ പ്രതിബിംബം രൂപീകരിച്ചതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് കോൺകേവ് ദർപ്പണം ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ വസ്തു, മെഴുകുതിരി ജ്വാല. അതൊരു സ്ക്രീനിൽ അതിന്റെ പ്രതിബിംബം ഉണ്ടായിരിക്കുന്നു. പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇവിടെ ഈ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില അളവുകൾ എടുക്കേണ്ടതുണ്ട്. ഈ അളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം സൂചിപ്പിക്കുന്നത് എഫ് എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ്. ദർപ്പണവും വസ്തുവും തമ്മിലുള്ള അകലം സൂചിപ്പിക്കുന്നത് യു എന്ന അക്ഷരം കൊണ്ടാണ്. അതുപോലെ ദർപ്പണം മുതൽ
പ്രതിബിംബം വരെയുള്ള അകലത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പി എന്ന അക്ഷരം കൊണ്ടാണ്. ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം പി. അതായത് ദർപ്പണത്തിൽ നിന്നും ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതായത് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ ദർപ്പണം കോൺകേവ് ദർപ്പണമായതുകൊണ്ട് അതിന്റെ ഫോക്കസ് ദൂരം ഇവിടെയാണ്, ഫോക്കസ് ഇവിടെയാണ്. ദർപ്പണത്തിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. കോൺകേവ് ദർപ്പണം പ്രതിബിംബം രൂപീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവിധ അളവുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഒന്ന് മിററിന്റെ ഫോക്കസ് ദൂരം, മറ്റൊന്ന് മിററും വസ്തുവും തമ്മിലുള്ള അകലം അതായത് യു, മറ്റൊന്ന് ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം അതായത് വി. ഇവ എടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ അളവുകളും ദർപ്പണത്തിൽ നിന്നും ആണ് അളക്കാൻ തുടങ്ങേണ്ടത്. അതായത് വി അളക്കുമ്പോൾ ദർപ്പണത്തിന്റെ പോളിൽ നിന്നും തുടങ്ങി പ്രതിബിംബം വരെ അളക്കേണ്ടതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന പി. അതുപോലെ യു അളക്കുമ്പോൾ ദർപ്പണത്തിന്റെ പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അളക്കേണ്ടതാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന യു. അതുപോലെ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം അളക്കുന്നത് ദർപ്പണത്തിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ്. അതാണ് നമുക്ക് കിട്ടുന്ന എഫ്. ഒന്ന്, എല്ലാ അളവുകളും അളക്കാൻ തുടങ്ങുന്നത് ദർപ്പണത്തിന്റെ പോളിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യം, പതനരശ്മിയുടെ അതേ ദിശയിലുള്ള അളവുകൾ പോസിറ്റീവായും പതനരശ്മിയുടെ എതിർദിശയിൽ എടുക്കുന്ന അളവുകൾ നെഗറ്റീവായും ആണ് നാം എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വസ്തുവിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള അകലം അതായത് യു എങ്ങനെയാണ് അളക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ദർപ്പണത്തിന്റെ പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം, ദർപ്പണത്തിന്റെ പോളിൽ നിന്നും വസ്തുവിലേക്കാണ് അളക്കുന്നത്. അത് 15 സെന്റിമീറ്റർ ആണ്. പക്ഷേ ദർപ്പണത്തിന്റെ പോളിൽ നിന്നും വസ്തുവിലേക്ക് അളക്കുമ്പോൾ അത് പതനരശ്മിയുടെ ദിശയുടെ എതിർദിശയിലാണ്. അതുകൊണ്ട് തന്നെ യു ഇവിടെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അതായത് ഇവിടെ യു നെഗറ്റീവ് 15 സെന്റിമീറ്റർ ആണ്. അതുപോലെ വി അളക്കുമ്പോൾ ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അളവ് തുടങ്ങുന്നു. പ്രതിബിംബത്തിലേക്കുള്ള അകലം 30 സെന്റിമീറ്റർ ആണ്. പക്ഷേ അത് പ്രകാശത്തിന്റെ പാതയുടെ ദിശയുടെ എതിർദിശയിലായതിനാൽ നമ്മളത് നെഗറ്റീവ് 30 സെന്റിമീറ്റർ ആയി എടുക്കേണ്ടതാണ്. അതിനാൽ ഈ ഒരു അവസ്ഥയിൽ യു നെഗറ്റീവ് ആണ്, വിയും നെഗറ്റീവ് ആണ്. ഇനി ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം, ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ഇവിടെയാണ്, ഏകദേശം ഇവിടെയാണ്. അത് നമ്മൾ ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അളക്കുകയാണെങ്കിൽ പ്രകാശത്തിന്റെ പാതയുടെ ദിശയുടെ എതിർദിശയിലാണ് അളക്കുന്നത്. നമുക്ക് കിട്ടുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതും നെഗറ്റീവ് 10 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ ഒരു അവസ്ഥയിൽ ബി നെഗറ്റീവ് ആണ്, യു നെഗറ്റീവ് ആണ്, ഇതിന്റെ എഫും നെഗറ്റീവ് ആണ്. എന്നാൽ എല്ലായ്പ്പോഴും ബി നെഗറ്റീവും യു നെഗറ്റീവും എഫ് നെഗറ്റീവും ആയിരിക്കുമോ? നമുക്ക് നോക്കാം. വസ്തു എഫിനും ദർപ്പണത്തിനും ഇടയിലായാൽ ഉണ്ടാവുന്ന പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ രൂപീകരിക്കാൻ സാധ്യമല്ല. ഇതിന്റെ പ്രതിബിംബം ഉണ്ടാവുന്നത് ദർപ്പണത്തിന് പുറകിലാണ്. നമുക്കത് ഇവിടെ കാണാൻ സാധ്യമല്ല.
പക്ഷെ നമുക്കത് രശ്മി രേഖാചിത്രം, അതായത് റേ ഡയഗ്രാം വരച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അളക്കാൻ തുടങ്ങിയാൽ എത്ര അകലത്തിലാണോ ഉള്ളത്, ഏകദേശം നമുക്ക് ഇവിടെ ഒരു 7 സെന്റിമീറ്റർ എന്ന് സങ്കല്പിക്കാം. 7 സെന്റിമീറ്റർ ആണെങ്കിൽ അത് പ്രകാശത്തിന്റെ പാതയുടെ അതേ ദിശയിൽ, പാതയുടെ ദിശയിൽ തന്നെയാണ് നമ്മൾ അളക്കുന്ന ദിശയിൽ. പാതയുടെ അതേ ദിശയിൽ അളക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ 7 പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് ഇവിടെ ബി പോസിറ്റീവ് 7 സെന്റിമീറ്റർ ആയിരിക്കും. പക്ഷേ വസ്തു ഇപ്പോഴും ദർപ്പണത്തിന് മുന്നിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ യു നെഗറ്റീവ് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ, അതായത് ദർപ്പണത്തിന് പുറകിൽ പ്രതിബിംബം രൂപപ്പെടുന്ന അവസരത്തിൽ ബി പോസിറ്റീവ് ആയിരിക്കും. ദർപ്പണത്തിന് മുന്നിൽ പ്രതിബിംബം രൂപപ്പെടുന്ന അവസരത്തിൽ ബി നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ വസ്തുവിനെ ദർപ്പണത്തിന് പുറകിൽ വെക്കാറില്ല. എപ്പോഴും ദർപ്പണത്തിന് മുന്നിലായിരിക്കും വസ്തു ഉണ്ടാവുക. അതുകൊണ്ട് യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോൺകേവ് ദർപ്പണത്തിന് പകരം കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ, കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യാ ഫോക്കസ് ആണ്. അത് ദർപ്പണത്തിന്റെ പുറകിലായിരിക്കും. മിഥ്യാ ഫോക്കസ് ദർപ്പണത്തിന് പുറകിലായതുകൊണ്ട്, അത് നമ്മൾ അളക്കുന്നത് ദർപ്പണത്തിൽ നിന്നും പുറകിലേക്കായതുകൊണ്ട്, പ്രകാശത്തിന്റെ പാതയുടെ അതേ ദിശയിലായതുകൊണ്ട് കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കും. ഒന്നുകൂടെ ചുരുക്കി പറയാം, ശ്രദ്ധിക്കുക. യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ ബി നെഗറ്റീവ് ആയിരിക്കും. മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ ബി പോസിറ്റീവ് ആയിരിക്കും. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഫോക്കസ് ദൂരം കോൺകേവ് ദർപ്പണമാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഈ രീതിയിൽ അളവുകളെ സൂചിപ്പിക്കുന്നതിനെയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയുന്നത്. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അല്ലെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സൗകര്യത്തിന് വേണ്ടി, ഈ അളവുകളൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നാം എപ്പോഴും വസ്തുവിനെ ദർപ്പണത്തിന്റെ ഇടതുഭാഗത്ത് വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ദർപ്പണത്തിന്റെ ഇടതുഭാഗത്തായി വസ്തു വെക്കുന്നു. പ്രതിബിംബം നമ്മൾ പല സ്ഥാനങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിബിംബം രൂപീകരിക്കുന്നു. ബാക്കി യു, വി, എഫ് എന്നിവ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രകാരം അളന്നെഴുതുന്നു. ദർപ്പണ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഗണിത ക്രിയകൾ ചെയ്യാവുന്നതാണ്. പ്രതിബിംബത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ പ്രതിബിംബത്തിന്റെ ഉയരം, വലുപ്പം വസ്തുവിന്റെ വലുപ്പത്തെക്കാൾ കൂടുതലാണ്. വസ്തുവിന്റെ വലുപ്പം പ്രതിബിംബത്തിന്റെ വലുപ്പവും തമ്മിലുള്ള അനുപാതത്തെ സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. ഇവിടെ നമുക്ക് ആവർത്തനം കണ്ടുപിടിക്കുമ്പോഴും ഇപ്പൊ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ മനസ്സിലായോ? എല്ലാരും ഉറങ്ങിയോ? കോൺവെക്സ് മിററിലും കോൺകേവ് മിററിലും സൈൻ കൺവെൻഷൻ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു, പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവും റൈറ്റിലേക്കാണ് ദൂരം നമ്മൾ അളക്കുന്നതെങ്കിൽ അത് പോസിറ്റീവും ആയിരിക്കും. ഇനി നിങ്ങൾ ടെക്സ്റ്റ് തന്നിട്ടുള്ളതാണ്, നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതാനാണ്. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യു എന്ന അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? പോസിറ്റീവ്. ആ,
പോസിറ്റീവ് ആണോ? ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം. ഇതല്ലേ നമ്മൾ ഒബ്ജക്റ്റ്. ഈ ആരോ മാർക്ക് വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒബ്ജക്റ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതാ ഈ അകലം, ഈ പോളിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലം, ഇതാണ് യു അല്ലേ? ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള, ഇതാണ് നമ്മളെ വസ്തു. ആ ദർപ്പണത്തിൽ നിന്നും ഇവിടേക്കുള്ള അകലാണ് യു. ആ യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇടത്ത് വശത്തുള്ളതെല്ലാം നെഗറ്റീവും വലത്തെ വശത്തുള്ളതെല്ലാം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ആ, നെഗറ്റീവ്. അടുത്ത് നോക്കൂ, നെഗറ്റീവ് ആണ്. ഈ ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം, ഏതാ നമ്മളെ പ്രതിബിംബം? ഇതാണ് നമ്മളെ പ്രതിബിംബം. അപ്പൊ ഈ ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലാണ് വി. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം നെഗറ്റീവും റൈറ്റ് സൈഡിലെല്ലാം പോസിറ്റീവുമാണ് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ പ്രതിബിംബം നിൽക്കുന്നത്, ഇമേജ് നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അത് നെഗറ്റീവ്. ആ, നെഗറ്റീവ്. അടുത്തത് എന്താ? വസ്തുവിന്റെ ഉയരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ്, കാരണം മുകളിലേക്കാണ് ഉയരം. പിന്നെ പ്രതിബിംബത്തിന്റെ ഉയരോ? പ്രതിബിംബത്തിന്റെ ഉയരോ? മുകളിലേക്കുള്ളത് പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവും ആണ്. പ്രതിബിംബം എവിടെ? താഴെയല്ലേ കിടക്കുന്നത്? നെഗറ്റീവ്. ആ, നെഗറ്റീവ്. മനസ്സിലായോ? ഓക്കെ. ഇതാണ് സൈൻ കൺവെൻഷൻ. നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞു, കോൺകേവ് മിററിലും കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ദർപ്പണത്തിലും എങ്ങനെയാണ് ഉള്ളത്. ഒബ്ജക്റ്റ് എപ്പോഴും യു എപ്പോഴും രണ്ട് കേസിലും നെഗറ്റീവ് തന്നെയായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ വസ്തുവിനെ നമ്മൾ ദർപ്പണത്തിന്റെ മുന്നിലാണ് വെക്കുന്നത്. അപ്പൊ യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ ഫോക്കൽ ലെങ്ത് കോൺകേവ് മിററിലാണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കാരണം കോൺകേവ് മിറർ ഇങ്ങനെയാണ്. അപ്പൊ ഈ ലെങ്ത് ആണ് ഫോക്കൽ ലെങ്ത്. ഇത് ലെഫ്റ്റ് സൈഡിലാണ്, ഇടത്തെ വശത്ത് ആയത് കാരണം ഇത് നെഗറ്റീവ് ആണ്. ഈ കോൺവെക്സിൽ എങ്ങനെയാ? കോൺവെക്സിൽ ഇങ്ങനെയാ വരുന്നത്. കോൺവെക്സിൽ ഫിഗർ ക്ലിയർ അല്ല കേട്ടോ. ഇവിടെയാണ് ഫോക്കസ്, ഇതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്. അപ്പൊ കോൺവെക്സിൽ റൈറ്റ് സൈഡിലേക്കാണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. അതുകൊണ്ട് കോൺവെക്സ് മിററിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇമേജ് ഡിസ്റ്റൻസ് വി എങ്ങനെയാണ്? പോസിറ്റീവും ആവും നെഗറ്റീവും ആവും. രണ്ട് ദർപ്പണങ്ങളിലും, കോൺകേവ് ദർപ്പണമാണെങ്കിലും കോൺവെക്സ് ദർപ്പണമാണെങ്കിലും വി പോസിറ്റീവും ആവും അതുപോലെ തന്നെ നെഗറ്റീവും ആവും. എങ്ങനെയൊക്കെ? ഇമേജിനനുസരിച്ചാണ് വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുന്നത്. ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിൽ നിത്യവും, അതുപോലെ തന്നെ ഇറക്റ്റ് യഥാർത്ഥമല്ല, ഇറക്റ്റ് പറഞ്ഞാൽ നേരെ ആയതുമാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. നിത്യമായ ഇമേജും അതുപോലെ തന്നെ ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജും ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? റിയൽ യഥാർത്ഥവും അതുപോലെ തന്നെ തല കീഴായതുമായ ഇമേജ് ആണെങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. അതുപോലെ തന്നെയാണ് കോൺവെക്സ് മിററിലും. നിങ്ങളെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണ ചിത്രമാണ് തന്നിട്ടുള്ളത്. ചിത്രം വിശകലനം ചെയ്ത് വിവിധ അളവുകൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ച് എഴുതുക. അപ്പൊ നോക്കിക്കോളൂ, നമ്മളെ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ഒബ്ജക്റ്റ് യു, എത്രയാണ് തന്നിട്ടുള്ളത്? ആ ഫിഗർ നോക്കി പറയൂ. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്?
വേഗം പറയൂ, നിങ്ങളല്ലെന്ന് വിക്ടേഴ്സ് ചാനൽ കണ്ടത് പറഞ്ഞത്. സൈൻ കൺവെൻഷൻ മനസ്സിലാക്കാന് 60 അതിന്റെ സൈൻ കൺവെൻഷൻ ആണ് എനിക്ക് വേണ്ടത്. സൈൻ കൺവെൻഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. എന്താ നെഗറ്റീവ് ആകാൻ കാരണം? എവിടെയാണ്? പോളിന്റെ ഇടത്തെ വശത്താണ് നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഒബ്ജക്റ്റ് ഏത് മിററിലാണെങ്കിലും യു എപ്പോഴും നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ -60 സെന്റിമീറ്റർ ആണ് യു. ഇനി വിയോ? നെഗറ്റീവ്. നെഗറ്റീവ് എത്ര? ആ വാല്യൂ കൂടി പറയാ ഫിഗർ നോക്കിയിട്ട്. ഇതാണ് നമ്മളെ യു -60 സെന്റിമീറ്റർ. ഇനി വി, ഇതാണ് നമ്മളെ ഇമേജ്. വിന്റെ വാല്യൂ എത്ര? മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് 15 സെന്റിമീറ്റർ. അപ്പൊ വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് -15 സെന്റിമീറ്റർ. ഇനി അടുത്ത എന്താ കൊടുത്തിട്ടുള്ളത്? ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത്. അല്ല, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് -20 ആണ് കേട്ടോ. ഇമേജിലേക്ക്, ഇതാണ് നമ്മളെ ഇമേജ്, ഇതാണ് ഇമേജിലേക്ക് ഡിസ്റ്റൻസ് കേട്ടോ. വി -20 ആണ്. വി -20. ദർപ്പണത്തിൽ നിന്നും ഇമേജ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം -20 ആണ്. ഈ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം എഫ്, സ്മോൾ എഫ്, അതെത്രയാണ്? ദർപ്പണത്തിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം എത്ര? 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ വി ആണ്. മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 20 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. -15 സെന്റിമീറ്റർ. പിന്നെന്താ? വക്രത ആരം, കർവേച്ചർ -30 സെന്റിമീറ്റർ. പിന്നെ വസ്തുവിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് OB +12 സെന്റിമീറ്റർ. +12 സെന്റിമീറ്റർ. വെരി ഗുഡ്. പ്രതിബിംബത്തിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഇമേജ് +4 സെന്റിമീറ്റർ. പ്ലസ് ആണോ? -4 സെന്റിമീറ്റർ. -4 സെന്റിമീറ്റർ. നോക്കൂ, നമ്മൾ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവും, റൈറ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവും, താഴേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവും ആയിരിക്കും. ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലംസ്. When an object is placed in front of a concave mirror, കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, വസ്തു വെച്ചിട്ടുള്ളത്. From an image is obtained on a screen at a distance of 20 centimeter from the mirror. Find the focal length of the mirror. ഏതൊക്കെ തന്നിട്ടുള്ളത്? മിററിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ തന്നിട്ടുള്ളത്? യു ആണോ വി ആണോ തന്നിട്ടുള്ളത്? രണ്ടും തന്നിട്ടുണ്ട്. യു എത്രയാ? -20 സെന്റിമീറ്റർ. യു എത്രയാ? യു -30 സെന്റിമീറ്റർ. ഓക്കെ. വിയോ? -20 സെന്റിമീറ്റർ. ഓക്കെ. എന്താ കാണേണ്ടത്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ കാണണം. എങ്ങനെ കാണും? UV/U+V. ഓക്കെ, വെരി ഗുഡ്. യു തന്നിട്ടുണ്ട് -30 സെന്റിമീറ്റർ. എന്താണ് യു? മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു. അതുപോലെ വിയും തന്നിട്ടുണ്ട്. വി എന്താ? മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി. രണ്ടും കോൺകേവ് മിറർ ആയത് കാരണം നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ എന്താ കാണേണ്ടത്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ.
അപ്പൊ നമ്മൾ പഠിച്ചു മിറർ ഇക്വേഷൻ നമ്മൾ പഠിച്ചു എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി അല്ലെങ്കിൽ 1/f ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഇത് രണ്ടും മിറർ ഇക്വേഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആയ എഫ് ഇസ് ഈക്വൽ ടു യു വി പ്ലസ് യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എടുക്കാം. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് -12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. An object is placed in front of a concave mirror 20 centimeter away from it. If its focal length is 40 centimeter, locate the position of the image and its nature. എന്തൊക്കെ തന്നിട്ടുള്ളത്? കോൺകേവ് ദർപ്പണത്തിൽ നിന്ന് 20 സെന്റിമീറ്റർ ആണ് ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു വെച്ചിട്ടുള്ളത്. അതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എന്താ നമ്മൾ കാണേണ്ടത്? പ്രതിബിംബം എവിടെയാണ്? ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജും അതിന്റെ നേച്ചറും. ഈ 20 സെന്റിമീറ്റർ എന്താ തന്നിട്ടുള്ളത്? എന്താ ഈ 20 സെന്റിമീറ്റർ? യു. യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. പിന്നെ ഫോക്കൽ ലെങ്ത് 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. കോൺകേവ് മിറർ ആണ്. അല്ല, നെഗറ്റീവ്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സിലാണെങ്കിൽ അത് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? പൊസിഷൻ ഓഫ് ദ ഇമേജ് വി ആണ് ഇവിടെ കാണേണ്ടത്. നമുക്ക് എങ്ങനെ വി കാണാൻ പറ്റുക? ജസ്റ്റ് നമ്മളെ മിറർ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മിറർ ഇക്വേഷനെ എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്നതാണ് നമ്മൾ മിറർ ഇക്വേഷൻ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു യു വി. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഫ് യു പ്ലസ് എഫ് വി ഇസ് ഈക്വൽ ടു യു വി എന്ന് കിട്ടും. അപ്പൊ നമ്മൾ വി എന്ന ടേംസിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. എഫ് യു ഇസ് ഈക്വൽ ടു യു വി മൈനസ് എഫ് വി എന്ന ടേം നമ്മൾ ഈക്വൽ ടു ഒരു അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് എഫ് വി ആയി മാറും. അപ്പൊ എഫ് യു ഇസ് ഈക്വൽ ടു യു വി മൈനസ് എഫ് വി കിട്ടും. നമുക്ക് എഫ് യു ഇസ് ഈക്വൽ ടു വി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. കാരണം നമുക്ക് വിയിലാണ് ഒരു ഇക്വേഷൻ കണ്ടെത്തേണ്ടത്. അപ്പൊ വി കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വി ഇൻറ്റു യു മൈനസ് എഫ് എന്ന് വരും. അങ്ങനെ വി ഇസ് ഈക്വൽ ടു എഫ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് യുവിനും ഒരു ഇക്വേഷൻ കണ്ടെത്താം. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ, അതിനനുസരിച്ച് വേണം നമ്മൾ ഇക്വേഷനെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മിറർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വി കണ്ടെത്തിയത്. അപ്പൊ വി ഇസ് ഈക്വൽ ടു എഫ് യു ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി പ്ലസ് 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. വി പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇമേജ് എവിടെയാണ് രൂപപ്പെട്ടത്? ദർപ്പണത്തിന്റെ പുറകിലായിട്ടാണ്, ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് രൂപപ്പെട്ടത്. കാരണം എന്താ? പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പോളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോസിറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മിററിന്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. എന്താണ് അതിന്റെ നേച്ചർ? നേച്ചർ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നേച്ചർ പറയാൻ കഴിയില്ല. ജസ്റ്റ് ഒരു നേച്ചർ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ, വെർച്വൽ ആണ്. കാരണം എന്താ? നമ്മൾ മിററിന്റെ ബാക്കിലായി, നമുക്ക് സ്ക്രീനിൽ ഒരിക്കലും ആ ഇമേജ് കാണാൻ കഴിയില്ല. മിററിന്റെ ബാക്കിലാണ്, ദർപ്പണത്തിന്റെ പിറകിലായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അതിന് വെർച്വൽ, അത് മിഥ്യമായ പ്രതിബിംബമാണ് എന്ന് പറയാം. ഇനി ഇത് തല കീഴായതാണോ ഇറക്റ്റ് ആണോ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പറയാൻ കഴിയില്ല. ഇവിടെ നേച്ചറിൽ ഇമേജ് ഇസ് വെർച്വൽ എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞ അതേ എക്സ്പെരിമെന്റ്, നമ്മൾ മെഴുകുതിരിന്റെ അതേ എക്സ്പെരിമെന്റ്, നമ്മൾ ആ മെഴുകുതിരി മാറ്റിയിട്ട് നമ്മളൊരു ചെറിയ സ്ലിറ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയി വെച്ചിരിക്കുന്നത്. മെഴുകുതിരിക്ക് പകരം, കാൻഡിലിന് പകരം ഒരു ചെറിയ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോള്. ഒരു സ്ലിറ്റ് എന്താ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡബിൾ സ്ലിറ്റ് നിങ്ങൾ 10th ഉണ്ടോ എന്ന് എനിക്കറിയാം. ചെറിയ സ്ലിറ്റ്, ഒരു ചെറിയൊരു ഹോള് പോലെ ഒരു നീളമുള്ള ചെറിയൊരു ഹോളായിട്ടാണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഇമേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കോൺകേവ് മിറർ ആണ് നമ്മൾ എടുത്തത്. 20 സെന്റിമീറ്റർ ഫോക്കസ് ലെങ്ത്, ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് മിറർ നമ്മൾ എടുത്തു. അതിന്റെ മുന്നിലായിട്ട് നമ്മൾ ഈ സ്ലിറ്റ് വെച്ചു. ആ സ്ലിറ്റിന്റെ ഇമേജ്, ആ ഇമേജിന്റെ പൊസിഷനും അതിന്റെ ഹൈറ്റും ഒക്കെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒബ്ജക്റ്റിനെ, ആ സ്ലിറ്റിനെ വ്യത്യസ്തമായ ഡിസ്റ്റൻസിൽ, വ്യത്യസ്ത ദൂരത്തിൽ നമ്മൾ വെച്ചു. 25 സെന്റിമീറ്റർ,
30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ അങ്ങനെ വ്യത്യസ്തമായ ഡിസ്റ്റൻസുകളിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ ആ സ്ലിറ്റിനെ നമ്മൾ വെച്ചു. അതിനനുസരിച്ച് എന്ത് അതിന്റെ ഇമേജും അതിന്റെ പ്രതിബിംബത്തിന്റെ ദൂരവും മാറി. യുവിനനുസരിച്ച് വിയും മാറി. ഇനി നമ്മൾ വി ബൈ യു എന്ന റേഷ്യോ എടുക്കുകയാണ്. വി ബൈ യു എന്ന റേഷ്യോ എടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിന്റെയും അതുപോലെ തന്നെ ഇമേജിന്റെയും ഹൈറ്റും കൂടി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമ്മളെ ക്യാൻഡിൽ ആകുമ്പോൾ മെഴുകുതിരി ആകുമ്പോൾ ആ ലൈറ്റ് നമ്മളിങ്ങനെ ചിലപ്പോൾ കാര്യത്തിനനുസരിച്ച് അത് ചിലപ്പോൾ ഒന്ന് കൂടുതൽ ജ്വലിക്കാം. അപ്പോൾ അതിന്റെ കറക്റ്റ് ഹൈറ്റ് നമുക്ക് കിട്ടില്ല. ഒരു ക്യാൻഡിൽ വെക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ അതേ ഹൈറ്റും അതുപോലെ തന്നെ ഇമേജിന്റെ ഹൈറ്റും അത് ക്ലിയർ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ലിറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്ലിറ്റിന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണോ അതുപോലെ തന്നെ സ്ലിറ്റിന്റെ ഇമേജിന്റെ ഹൈറ്റ് എത്രയാണോ അതാണ് നമ്മൾ HOയും HIയും അത് രണ്ടും നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. HO എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റും അതായത് സ്ലിറ്റിന്റെ ഹൈറ്റും, HI എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ കിട്ടിയ ഇമേജിന്റെ ഹൈറ്റുമാണ്. HO is the height of the object and HI is the height of the image. അപ്പോൾ ഓരോ ഡിസ്റ്റൻസിനും ഓരോ യുക്ക് അനുസരിച്ച് വിയും മാറുന്നുണ്ട്. അതിനനുസരിച്ച് HOയും HIയും HO ഈക്വൽ ആണ്. അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറില്ല. പക്ഷെ ഇമേജ് മാറും. ഒബ്ജക്റ്റ് ഒരിക്കലും മാറില്ലല്ലോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ ഇമേജിന്റെ ഹൈറ്റ് മാറും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പെരിമെന്റിൽ. സ്ലിറ്റിന്റെ എക്സ്പെരിമെന്റിൽ വി ബൈ യു എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത് മെഷർ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ മാനുവലി ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. അവിടെ സ്ലിറ്റിന്റെ ഹൈറ്റും അതുപോലെ തന്നെ സ്ലിറ്റിന്റെ ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ ഹൈറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയതാണ് 6:24. പിന്നെ അതിന്റെ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ടേബിളിൽ നിന്ന്? വി ബൈ യുവും HI ബൈ HO ആ രണ്ട് കോളം നോക്കൂ, രണ്ടും ഈക്വൽ അല്ലേ? വി ബൈ യുവിന്റെ ആവറേജ് വാല്യൂം അതുപോലെ തന്നെ HI ബൈ HO, റേഷ്യോ ഓഫ് വി ബൈ യു ആൻഡ് ദ റേഷ്യോ ഓഫ് HI ബൈ HO ഇസ് സെയിം. രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വി ബൈ യു ഇസ് ഈക്വൽ ടു HI ബൈ HO. Height of the image, ratio of height of the image to the height of the object is equal to the image distance divided by object distance. ഇതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവർത്തനം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനനുസരിച്ച് ഇമേജിന്റെ ഹൈറ്റ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു, വസ്തുവിന്റെ ഹൈറ്റിനനുസരിച്ച് ഉയരത്തിനനുസരിച്ച് പ്രതിബിംബത്തിന്റെ ഉയരം എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അതിന്റെ റേഷ്യോ ആണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്രമാത്രം മാഗ്നിഫൈ ചെയ്യപ്പെടുന്നുണ്ട് നമ്മളെ ഒബ്ജക്റ്റ്, ഇമേജ് ഇസ് മാഗ്നിഫൈഡ്, ഒബ്ജക്റ്റിനേക്കാൾ വസ്തുവിനേക്കാൾ വലുതായിട്ടാണ് നമുക്ക് പ്രതിബിംബം കിട്ടിയത് എന്നൊക്കെ നമ്മൾ ആ റേ ഡയഗ്രാമിൽ പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. വി ബൈ യു ഇസ് ഈക്വൽ ടു HI ബൈ HO. I ഉദ്ദേശിക്കുന്ന ഇമേജ് ആണ്, O ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് ആണ്. ഇനി ഈ ഒരു ഇക്വേഷൻ വി ബൈ യു ഇസ് ഈക്വൽ ടു HI ബൈ HO ഇത് നമ്മൾ ജോമെട്രിക്കലി പ്രൂവ് ചെയ്യാണ്. ഇപ്പൊ നമ്മളൊരു റേ ഡയഗ്രാം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേ റേ ഡയഗ്രാം സിക്ക് അപ്പുറമാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്ലിറ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്ലിറ്റിന്റെ ഇമേജ് കിട്ടിയത്, പ്രതിബിംബം രൂപപ്പെട്ടത് സിന്റെയും എഫിന്റെയും ഇടയിലാണ്. ഈ ഫിഗറിൽ നോക്കൂ, OBP. ഈ ഫിഗറിലുള്ള ഈ റേ ഡയഗ്രാമിലുള്ള രണ്ട് ട്രയാങ്കിൾസ് ശ്രദ്ധിക്കാട്ടോ. OBP കണ്ടോ? OBP എന്ന് പറഞ്ഞ ട്രയാങ്കിള്. അതുപോലെ തന്നെ IMP. അവിടെ റെഡിലായിട്ട് അടയാളപ്പെടുത്തിയ രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ കണ്ടോ? ഇവ രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. എങ്ങനെയാ സിമിലർ? രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണല്ലോ. നോക്കൂ, ഇത് 90 ഡിഗ്രി ആണ്, ഇതും 90 ഡിഗ്രി ആണ്. രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. അതുപോലെ തന്നെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അതായത് ഇൻസിഡന്റ് റേ നോർമലുമായിട്ട് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്നാണ് നമ്മൾ നോർമൽ വരച്ചിരുന്നത്. ഇതാണ് ഒരു ഇൻസിഡന്റ് റേ. അപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ആണ് ഈ ആംഗിൾ BPC എന്നത് ഇൻസിഡന്റ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ ആംഗിൾ IPM ഇത് റിഫ്ലക്റ്റഡ് ആംഗിൾ ആണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്.
അപ്പൊ ഏതൊക്കെ ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്തത്? ഒ ബി പിയും എം ഐ പിയും അല്ലെങ്കിൽ ഐ എം പി. ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. ഇപ്പൊ മൂന്നാമത്തെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ആംഗിളും അതുപോലെ തന്നെ എം ആംഗിളും സെയിം ആയിരിക്കും. ഇതാണ് കൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റി. രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. 3 ആംഗിൾസും, 2 ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും 3 കോണുകളും സിമിലർ ആണ്. ഇനി നമ്മൾ അതിന്റെ റേഷ്യോ, ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ ആണ് നമ്മൾ എഴുതുന്നത്. ഐ എം ഡിവൈഡഡ് ബൈ ഒ പി. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റ്, പ്രതിബിംബത്തിന്റെ ഉയരം ബൈ ഒബ്ജക്റ്റിന്റെ ഉയരം. ഐ എം ഡിവൈഡഡ് ബൈ ഒ ബി ഇസ് ഈക്വൽ ടു ഐ പി ഡിവൈഡഡ് ബൈ ഒ പി. ആ സൈഡ്സ് സിമിലർ ട്രയാങ്കിൾസ്, കൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആ ട്രയാങ്കിൾസിന്റെ സൈഡ്സിനെ ഈ ഒരു റേഷ്യോ പ്രകാരം എഴുതാം. ഐ എം ഡിവൈഡഡ് ബൈ ഒ ബി ഇസ് ഈക്വൽ ടു ഐ പി ഡിവൈഡഡ് ബൈ ഒ പി. ഐ എം എന്താണ്? ഇമേജിന്റെ ഹൈറ്റ് ആണ്, എച്ച് ഐ. ഐ എമ്മിനെ നമുക്ക് എച്ച് ഐ എന്ന്, ഐ എം എന്ന് പറയുന്നത് നമ്മളെ ഇമേജ് ആണ്, നമ്മളെ പ്രതിബിംബമാണ്. ആ പ്രതിബിംബത്തിന്റെ ഉയരമാണ് നമ്മൾ എച്ച് ഐ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒ ബി എന്ന് പറയുന്നത് നമ്മളെ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിന്റെ ഉയരം. അത് എച്ച് ഒ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്തു. പിന്നെ ഐ പി എന്താ? ഐ പി നമ്മളെ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. മിററിൽ നിന്ന്, ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് ഐ പി. അതാണ് നമ്മൾ വി എന്ന അക്ഷരം വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒ പി എന്ന് പറയുന്നത് നമ്മളെ ദർപ്പണത്തിൽ നിന്നും നമ്മളെ വസ്തുവിലേക്കുള്ള ദൂരമാണ് ഒ പി. അത് യു എന്ന അക്ഷരം വെച്ച് റെപ്രസെന്റ് ചെയ്തു. ജസ്റ്റ് ഇത് മുകളിലുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു. അത് തന്നെയാണ് നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ആ എക്സ്പെരിമെന്റിനെ ജസ്റ്റ് ടാബ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് അത് തന്നെയാണ്. എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു. ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരമാണ് എഴുതേണ്ടത്. ഇപ്പൊ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം എച്ച് ഐ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എച്ച് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അതാണ് അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഐ കൊടുക്കാൻ കാരണം കേട്ടോ. അപ്പൊ ഇമേജ് താഴേക്കാണ്, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് താഴേക്കായത് കാരണം എച്ച് ഐ നെഗറ്റീവ് ആണ്. പിന്നെ എച്ച് ഒ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റോ അത് മുകളിലേക്കാണ്, അതുകൊണ്ട് എച്ച് ഒ പോസിറ്റീവ് ആണ്. പിന്നെ യുവും വിയും നെഗറ്റീവ് ആണ്. രണ്ടും പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ യുവും വിയും ഇവിടെ നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ മാഗ്നിഫിക്കേഷൻ എഴുതുകയാണെങ്കിൽ മൈനസ് എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു മൈനസ് വി ഡിവൈഡഡ് ബൈ മൈനസ് യു. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടും. മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഇതാണ് നമ്മളെ ആവർധനം, മാഗ്നിഫിക്കേഷൻ. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് എച്ച് ഐ ബൈ എച്ച് ഒയും ഒന്ന് മൈനസ് വി ബൈ യു. ഇതൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവും കേട്ടോ. മനസ്സിലായോ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. ജസ്റ്റ് ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഇത്ര ജസ്റ്റ് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾ ഇക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക. ഇക്വേഷൻ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഐ എം ഡിവൈഡ് ബൈ ഒ ബി ഇസ് ഇക്വൽ ടു ഐ പി ഡിവൈഡ് ബൈ ഒ പി. അത് നമ്മൾ ഓരോന്ന് എച്ച് ഐ എച്ച് ഒ വി യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാർട്ടീഷ്യൻ കൺവെൻഷൻ കൊടുക്കുക. എന്നിട്ട് സൈൻ മൈനസ് കട്ടായി പോവും. മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഇക്വൽ ടു വി ബൈ യു. എച്ച് ഐ ബൈ എച്ച് ഒ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാഗ്നിഫിക്കേഷൻ ആണ്. നമുക്ക് എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഇത്രയേ ഉള്ളൂ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം. നമ്മൾ ഇമേജിന്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തേണ്ടത്. ഇമേജിന്റെ പൊസിഷൻ ഒക്കെ നമ്മൾ യുവും വിയും വെച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞു, റെപ്രസെന്റ് ചെയ്തു. പക്ഷെ പ്രതിബിംബത്തിന്റെ സൈസ് വലുതാണോ ചെറുതാണോ തല കീഴായിട്ടാണോ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തണം. Magnification is the ratio of the image height to the object height. ഇനി ഇവിടെ നോക്കുക. When magnification is 1, മാഗ്നിഫിക്കേഷൻ 1 ആണ് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇമേജിന്റെ സൈസും അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ സൈസും ഈക്വൽ ആണ്. മാഗ്നിഫിക്കേഷൻ നമുക്ക് 1 കിട്ടിക്കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ
വലുപ്പവും അതുപോലെ തന്നെ നമ്മളെ വസ്തുവിന്റെ വലുപ്പവും തുല്യമായിരിക്കും. ഒന്നിൽ കൂടുതലായിട്ടാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ഗ്രേറ്റർ ദാൻ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിന്റെ വലുപ്പത്തിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോൾ മാഗ്നിഫിക്കേഷൻ ഒന്നിന് മുകളിൽ കിട്ടുകയാണെങ്കിൽ. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ രണ്ടിന്റെയും സൈസ് തുല്യമാണ്, ഈക്വൽ ആണ്. ഇമേജിന്റെയും ഒബ്ജക്റ്റിന്റെയും സൈസ് ഈക്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ 1 കൂടുകയാണെങ്കിൽ സൈസ് ഓഫ് ദ ഇമേജ് പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിന്റെ വലുപ്പത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഈ ലെസ് ദാൻ 1 ആണെങ്കിലോ, അതായത് നെഗറ്റീവ് വാല്യൂസ് ആണ്, 0, -1, -2 അങ്ങനെ നെഗറ്റീവ് ആയിട്ടാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് സ്മോളർ ദാൻ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ചെറുതായിരിക്കും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ, എന്നാ പിന്നെ കൺഫ്യൂഷൻ ആവില്ല. 1 കൂടുതലാണെങ്കിൽ ഇമേജിന്റെ സൈസ് ആണ് കൂടുതൽ എന്ന് പഠിച്ചാൽ മതി. പിന്നെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിലോ ഇമേജ് ഇസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് ഇസ് റിയൽ, യഥാർത്ഥമായതും തലക്കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും. ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ. അതുപോലെ തന്നെ ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ മിഥ്യമായ ഇമേജ് ആയിരിക്കും, അതുപോലെ ഇറക്റ്റ് ആയ ഇമേജ് ആയിരിക്കും കിട്ടുണ്ടാവുക. ഇതും നിങ്ങൾക്ക് പ്രോബ്ലംസിൽ ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. മാഗ്നിഫിക്കേഷൻ 1 കൂടുതലാണെങ്കിൽ ഇമേജിന്റെ സൈസ് വലുതായിരിക്കും എന്ന് മാത്രം പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വലും ഇറക്റ്റുമായിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. When an object of height 6 cm is placed in front of a concave mirror. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിരുത്തി വായിക്കണം കേട്ടോ, ഓരോ വേർഡിലും നമുക്ക് ചേഞ്ച് വരാം. When an object of height 6 cm is placed in front of a concave mirror at a distance 10 cm away from it, an image is obtained 16 cm away on the same side. Find out the height of the image and magnification. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 6 cm. എന്താ തന്നിട്ടുള്ളത്? ആറ് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു, HO. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് HO തന്നിട്ടുണ്ട് 6 cm. It is placed in front of a concave mirror at a distance. Height HO പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? HO 6 cm തന്നിട്ടുണ്ട്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറയാൻ പറ്റുമോ? ഒരു കോൺകേവ് മിറർ ആണ് തന്നിട്ടുള്ളത്. ഈ ഒബ്ജക്റ്റ് ഇസ് ഓഫ് ഹൈറ്റ് 6 cm. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 6 cm ആണ്. ഇവിടെ HO, ഇതാണ് HO. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് 6 cm. അപ്പൊ 6 cm എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പറയൂ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണോ? മുകളിലേക്കാണ്. പോസിറ്റീവ്. പോസിറ്റീവ്. HO is equal to plus 6 cm. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 10 cm. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 cm അകലത്തിലാണ് വസ്തു നിൽക്കുന്നത്. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? ഈ ഡിസ്റ്റൻസ് എന്താ? ഈ ഡിസ്റ്റൻസ് എന്താ? ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസിന് ഏത് അക്ഷരം വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യാ? യു. യു. അപ്പൊ യു എന്താ തന്നിട്ടുള്ളത്? യു 10 cm തന്നിട്ടുണ്ട്. മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. മൈനസ്. ഓക്കെ, വെരി ഗുഡ്. മൈനസ് 10 cm. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ആൻഡ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻഡ് 16 cm away. ഒരു ഇമേജ് 16 cm, പ്രതിബിംബം 16 cm അതേ ഓൺ ദ സെയിം സൈഡ്, അതേ സെയിം സൈഡിൽ തന്നെയാണ് ഇമേജും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോ V ആണ് തന്നിട്ടുള്ളത്.
16 സെന്റിമീറ്റർ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. ഇമേജ് ഇസ് ഒബ്റ്റെയിൻഡ് ഓൺ ദ സെയിം സൈഡ്. നെഗറ്റീവ്. ഏത് സൈഡിലാണോ ഒബ്ജക്റ്റ് ഉള്ളത് അതേ സൈഡിൽ തന്നെയാണ് ഇമേജും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 10 സെന്റിമീറ്റർ, അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു 16 സെന്റിമീറ്റർ, 10-നേക്കാളും കൂടുതലല്ല, 16 സെന്റിമീറ്റർ എവിടെയെങ്കിലും ആയിട്ടാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് കരുതാം. അപ്പൊ അത് മൈനസ് ആണ്, -16 സെന്റിമീറ്റർ. എന്താ കാണേണ്ടത്? ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ. അതായത് HO തന്നിട്ടുണ്ട്, എന്താ കാണേണ്ടത്? HI കാണണം, അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്താണെന്നും കാണണം. U തന്നിട്ടുണ്ട് -10 സെന്റിമീറ്റർ, V തന്നിട്ടുണ്ട് -16 സെന്റിമീറ്റർ, HO തന്നിട്ടുണ്ട് +6 സെന്റിമീറ്റർ, HIയും M കാണണം. എങ്ങനെ കാണും? ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണും? ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താ? ആവർധനം M = നോക്കി പറയൂ. HO. HI ഡിവൈഡഡ് ബൈ HO = ഇക്വേഷൻ വെച്ച് മാത്രം കാണാൻ പറ്റുമോ? -V/U. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്ക് ആകെ HO മാത്രം തന്നിട്ടുള്ളൂ. HI നമ്മൾ കണ്ടെത്തണം, മാഗ്നിഫിക്കേഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഈ ഇക്വേഷൻ കൊണ്ട് മാത്രം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തും കൂടി വേണം? ഈ ഇക്വേഷനും കൂടി വേണം. അപ്പൊ നമുക്ക് വിയും അറിയാം, യുവും അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്ട്ലി M = -V/U എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ M കണ്ടെത്താം. അപ്പൊ നമ്മൾ എന്ത് കിട്ടും? -V എത്രയാ? -16 ഡിവൈഡഡ് ബൈ U എത്രയാ? -10. ഈ മൈനസ് ഓൾറെഡി ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ഈ -16 ഇവിടുന്ന് നമ്മൾ ഓൾറെഡി കിട്ടിയ, നമ്മൾ ഡിസ്റ്റൻസ് ടു ഇമേജ് കാൽക്കുലേറ്റ് ചെയ്ത V ആണ് -16. രണ്ടും ഒന്നാണ് കരുതരുത് കേട്ടോ. ഈ മൈനസ് ഓൾറെഡി ഇക്വേഷനിലുള്ളതാണ്. അപ്പൊ -16 ഡിവൈഡഡ് ബൈ -10 വരും. അപ്പൊ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഇങ്ങനെ കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജ് -1.6 കിട്ടും. അപ്പൊ മാഗ്നിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? കാൽക്കുലേറ്റ് ചെയ്യാം, ഇമേജിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. M = HI ഡിവൈഡഡ് ബൈ HO എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ -1.6 കിട്ടും. അപ്പൊ നമുക്ക് ഹൈറ്റ് HI = M × HO. M നമുക്ക് ഇപ്പൊ കിട്ടി, -1.6 × HO ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് അറിയാം, +6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI = -9.6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. 5 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിലായിട്ട് 8 സെന്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തു വയ്ക്കുന്നു. എന്തൊക്കെയാ ഇതിൽ തന്നിട്ടുള്ളത്? ഫസ്റ്റ് ലൈനിൽ തന്നെ 2 വാല്യൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? 5 സെന്റിമീറ്റർ ഫോക്കസ് ദൂരം, F തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ഇല്ലേ? പിന്നെ കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞു. ഒരു കോൺകേവ് മിറർ ആണ്. അങ്ങനെയാണെങ്കിൽ F പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. അപ്പോൾ F -5 സെന്റിമീറ്റർ തന്നു. പിന്നെ എന്താ തന്നിട്ടുള്ളത്? മുന്നിലായിട്ട് 8 സെന്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തു വെക്കുന്നു. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? ഒബ്ജക്റ്റ് 8 സെന്റിമീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പൊ ഏതാ? U ആണോ V ആണോ തന്നിട്ടുള്ളത്? U. U തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. U = -8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താ ചോദ്യം? പ്രതിബിംബത്തിന്റെ സ്ഥാനം, ആവർത്തനം എന്ന് കണ്ടെത്തുക. എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? V കണ്ടെത്തണം, പ്രതിബിംബത്തിന്റെ സ്ഥാനം, അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനും ആവർത്തനവും കണ്ടെത്തണം. എന്നിട്ടോ ഒരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരച്ച് പ്രതിബിംബം നിവർന്നതാണോ തലകീഴായതാണോ എന്ന് കണ്ടെത്തുക. അപ്പൊ അത് നമുക്ക് വിയും എമ്മും ആണ് കണ്ടെത്തേണ്ടത്. F -5 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, U -8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, V കണ്ടെത്തണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ മിറർ ഇക്വേഷൻ അതിൽ നിന്ന് 1/F = 1/U + 1/V അതിനെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ V പുറത്തെടുത്ത് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയിരുന്നു. V = FU ഡിവൈഡഡ് ബൈ
യു മൈനസ് എഫ് എന്ന് എഴുതിയിരുന്നു മിറർ ഇക്വേഷന്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -5 into -8 divided by -8 minus -5 is equal to 40 divided by -3 is equal to -13.33 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ വി കിട്ടി, പ്രതിബിംബത്തിന്റെ സ്ഥാനം കിട്ടി. ഇനി നമുക്ക് എന്താ മാഗ്നിഫിക്കേഷൻ, ആവർധനം കാണണം. മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം, രണ്ട് ഇക്വേഷൻ ഉണ്ട്. എം ഇസ് ഈക്വൽ ടു HI ഡിവൈഡഡ് ബൈ HO ഉണ്ട്, -V ഡിവൈഡഡ് ബൈ U ഉണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ഏത് ഇക്വേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ HI ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആ ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വിയും യുവും തന്നിട്ടുണ്ട്. യു തന്നിട്ടുണ്ട്, വി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ നമ്മൾ എം ഇസ് ഈക്വൽ ടു -V/U എന്ന ഇക്വേഷൻ പ്രകാരം നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തണം. അപ്പോൾ വി എന്താണ് നമുക്ക് കിട്ടി, -13.33 ആണ്. ബൈ യു ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട് -8 ആണ്. അപ്പൊ നമുക്ക് -1.67 ആൻസർ കിട്ടും. ഇനി നമ്മൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് വരയ്ക്കാനാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേ അളവുകളിൽ ഒരു ഗ്രാഫ് പേപ്പറിൽ ഇതേ അളവുകൾ എടുത്തിട്ട് ഒന്ന് വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് ഇങ്ങനെയായിരിക്കും. അപ്പൊ റേ ഡയഗ്രാം കണ്ടാൽ അറിയാം ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്, പ്രതിബിംബം സിന്റെയും എഫിന്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് സിക്ക് അപ്പുറത്താണ്. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, റിയൽ ആണ്, യഥാർത്ഥമായ പ്രതിബിംബമാണ്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടിയത് ഒരു ഗ്രാഫ് പേപ്പറിൽ വരച്ചപ്പോൾ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഗ്രാഫ് പേപ്പറിൽ ഇതേ അളവുകൾ എടുത്തിട്ട് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മളെ ക്ലാസ് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല. ചെറിയ 1-2 പ്രോബ്ലംസും ഏകദേശം കഴിഞ്ഞു നമ്മളെ ചാപ്റ്റർ. അവസാനത്തെ വിലയിരുത്തലുകളും മാത്രമേ ഉള്ളൂ. അത് രണ്ടും കൂടി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ക്ലിയർ ആണോ? സിമ്പിൾ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. മനസ്സിലാക്കി പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പോകാം. ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന കാരണമാണ് ഈ ചാപ്റ്റർ പലർക്കും ബുദ്ധിമുട്ടാവാൻ കാരണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബാക്കി എടുക്കാം. താങ്ക് യു താങ്ക് യു ടീച്ചർ.